എന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ട് ചേച്ചിയെ പോലെ തന്നെ ആവണമെന്നും പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തരുമായിരുന്നു. അപ്പൊ ശരി, ചേച്ചിയുടെ ബ്ലെസ്സിംഗ് ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെ ആയില്ലേ, ഏകദേശം ഒക്കെ ഒന്ന് ഓടിക്കാറുള്ളത്. ഞാൻ അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ല ഇന്ന്. എന്താണ് ചേച്ചിക്കല്ലേ അങ്ങനെ ഞങ്ങൾക്ക് വലിയ സംഭവമാണ് ചേച്ചി. സജി എവിടെപ്പോ അതിനിറങ്ങിയതാ. ഞാൻ എപ്പോഴും വീഡിയോ കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂര്യയൊക്കെ ഉണ്ടോ? സൂര്യയൊക്കെ ഉണ്ട്, അമ്മയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറ്റിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഗവിയൊക്കെ കറങ്ങിയിട്ട് രാത്രിയിൽ വണ്ടിപ്പെരിയാറ്റിലെത്തിയതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയാണ്. ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. പുത്തൻ ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരിയാറിൽ എപ്പം വന്നാലും ഇവിടെ ഇച്ചിരി നല്ല തിരക്കുണ്ട്. ഗ്യാസൊക്കെ ഉണ്ടോ? ഇത് എന്നെ ഇവിടെ പ്രശ്നമാണോ ഗ്യാസ്? സൂര്യ, ഇത് പെരിയാർ നദി കേട്ടോ. നമ്മുടെ വെള്ളം കുറവാ ഇപ്പം, വേനൽക്കാലം അല്ലേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാ പെരിയാർ നദി. അതിനല്ലേ ഈ നദിക്കല്ലേ അവിടെ ഡാം കെട്ടിയിരിക്കുന്നത്, മുല്ലപ്പെരിയാർ. മുല്ലയാറും പെരിയാറും കൂടെ കൂടി ചേരുന്ന മുല്ലപ്പെരിയാർ. വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡാ റൈറ്റ് സൈഡിൽ. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. പെരിയാറ്റിൽ നിന്ന് നമ്മളിപ്പം കുട്ടിക്കാനം മുണ്ടക്കയൊക്കെ പോകുന്ന റൂട്ടിലാണ് കേട്ടോ. കെ റോഡിലാണ് നമ്മളിപ്പം. പുറകോട്ട് പോയാൽ കുമളി, മുന്നോട്ട് പോയാൽ കോട്ടയം. അപ്പം നമുക്ക് സത്രത്തിന് പോകാനിത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ. ഇത് കഴിയുമ്പോൾ തന്നെ കാണുന്ന ആ ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് സത്രത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോട്ടെ. സത്രം ഇവിടുന്ന് ഒരു 9-10 കിലോമീറ്ററേ ഉള്ളൂ സത്രം. എല്ലാ വണ്ടിയും പോകുന്ന വഴിയാണ് കേട്ടോ. സത്രം, അർണക്കൽ, പരുന്തുംപാറ ഈ റൂട്ടിൽ പോവാം. പരുന്തുംപാറയ്ക്ക് നമ്മൾ അപ്പുറത്തെ വഴിയല്ലേ പോകുന്നത്? അതിലേം പോവാം, ഇതിലേം ചെന്ന് അങ്ങോട്ട് പോകാൻ വഴിയുണ്ട്. നമ്മൾ പരുന്തുംപാറ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ അതിലെ കയറി പോയാൽ മതി. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് ആ പട്ടുമല പള്ളിയുടെ ഇപ്പുറത്തുനിന്ന് സത്രത്തിലേക്ക് പോകുമ്പോഴേ നല്ല തേയിലത്തോട്ടങ്ങളാണ്. ഇവിടുന്ന് ഇത് നേരെയാണ് പരുന്തുംപാറ പോകുന്നത്. നമ്മൾ മെയിൻ റോഡിൽ വരുമ്പോൾ പരുന്തുംപാറയ്ക്ക് വേറെ വഴിയുണ്ട് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോട്ടെ. മഞ്ചുമല, ഇവിടെ എല്ലാം തേയില എസ്റ്റേറ്റുകളാണ്. ഇതുണ്ടോ കൊളുന്തെടുത്തോണ്ട് വെച്ചേക്കുന്നുണ്ടോ? തേയിലയുടെ ഇല, അത് കൊളുന്തെന്ന് പറയും. ഇതൊക്കെ എസ്റ്റേറ്റ് ലയങ്ങളാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. പഴയ ബിൽഡിംഗ് ആണോ, ഒത്തിരി പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ഈ ലയം എന്ന് പറഞ്ഞാലേ ഈ എസ്റ്റേറ്റിലെ പണിക്കാർ താമസിക്കുന്ന വീടുകളാണ്. അതെ, ഈ വണ്ടിയുടെ പണിയാണോ പറയാ, അത് ലേത്തി കൊണ്ടുപോകണമെന്ന് പറയില്ലേ? അത് ഈ ലേത്തി കൊണ്ടുവന്നാ പറ്റത്തില്ല. അല്ല, അത് ലയമല്ലേ? അത് ലെയ്ത്ത്. ഇത് ലയം. ഞാൻ ലയോന്ന് പറഞ്ഞു. അതെന്നാലും ഇരുമ്പിന്റെ ഒക്കെ സാധനങ്ങൾ കടയാൻ വേണ്ടിട്ട് കണ്ടിട്ടില്ല, ഇങ്ങനെ കറങ്ങണ കണ്ടിട്ടില്ല. പക്ഷെ അതിങ്ങനെ ഓരോന്ന് കടഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ലെയ്ത്ത് എന്ന് പറയും. ഐഡിയ എങ്ങനെയുണ്ട്? അതെ, പുരോഗമനം ഉണ്ട്. കുറച്ച് ദിവസം ഓഫീസിൽ ഇരുന്നുണ്ട്. കാരണം ഓഫീസിൽ നമ്മുടെ അരുണേ എന്നോട് പറയാം, അത് ലേത്തി കൊണ്ടുപോയാലേ ശരിയാണ്. ലേത്തിക്കൊണ്ടോ ഞാനോർത്ത് ലയം. നമ്മുടെ അവിടെയാണ് ലയങ്ങള് കുറവാണ്. എസ്റ്റേറ്റ് ഏരിയ ചെന്നാലേ ലയം കാണാൻ പറ്റുള്ളൂ. നമ്മുടെ കോട്ടയത്ത് അല്ലെങ്കിൽ പിന്നെ റബ്ബർ എസ്റ്റേറ്റിലെ ലയങ്ങളൊക്കെ ഉണ്ട്. ഏറ്റുമാനൂർ ഇപ്പൊ അടുത്തില്ലല്ലോ. കണ്ടോ, ഈ വണ്ടിയൊക്കെ സത്രത്തിൽ നിന്ന് വരുന്ന പെരിയാർ മൗണ്ട് സത്രം. ഇങ്ങോട്ടാ ഓഫ് റോഡാ ബസ് വരുന്ന. ബസ് റൂട്ട് ഇതുപോലെ നല്ല റോഡാ സത്രം വരെ. ഇവിടുന്ന് വേറെ ഉള്ളിലേക്ക് ഓഫ് റോഡ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് മെയിൻ റോഡാണോ? ഇത് മെയിൻ റോഡ്. ചേട്ടൻ്റെ ഓട്ടം കഴിഞ്ഞ് വരികയാണോ? ഓട്ടം പോവാ. വീട് എവിടെ? ഇവിടെ അടുത്ത താഴെ. ഈ സ്ഥലപ്പേരെന്നാ പറയുന്നത്? സത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോഴേ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത്. മൊട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും. പിന്നെ ഒരു സൈഡ് വനമാണ് കേട്ടോ. താഴോട്ട് ചെല്ലുന്ന അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വനമാണ്. പിന്നെ ശബരിമല വനം. ഈ ഗേറ്റ് ലോക്ക് ചെയ്തേക്കുന്ന കണ്ടോ? എന്നാ വലിയ ചെയിനാന്ന് നോക്കി. ബുള്ളറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. സൂര്യ വെച്ച് സൈക്കിളിൻ്റെ ചെയിനില്ലെന്ന്. സൈക്കിൾ ചെയിനാ. ബുള്ളറ്റിൻ്റെ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതിലും വലുതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഹൈ റേഞ്ച് ആണെങ്കിലും ഇവിടെ ഇപ്പം ചൂടാ. വൈകുന്നേരം ചെറിയ തണുപ്പേ ഉള്ളൂ. ഇന്നലെ ഒന്നും തണുപ്പില്ലായിരുന്നു. ജീപ്പുകൾ, ഓഫ് റോഡ് വണ്ടികൾ വരുന്നുണ്ടോ? ഇതിങ്ങനെ ടൂറിസ്റ്റുകളെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്ന വണ്ടികളാണ്.
ഇവിടെ നിന്നുണ്ടോ നേരം? ഇവിടെ ഇത് കുമളിയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും ചിലപ്പോൾ. ഇതല്ലേ പടുതാക്കെ പൊക്കി വെച്ച് ഇവരൊക്കെ രാവിലെ കയറി പോകുന്നതായിരിക്കും. നമ്മളെ ഈ കാണുന്ന എല്ലാം അർണക്കൽ എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളാണ്. അർണക്കൽ ബംഗ്ലാവ് ഈ റൈറ്റ് സൈഡിലാണ്. ഇതുണ്ട് ആ മലയിൽ കൂടെ എല്ലാം വഴികളുണ്ട്. അതുകൊണ്ട് ഒരു കാറ് പോകുന്നത് കണ്ടോ? എല്ലാം ഇങ്ങനെ വളഞ്ഞു ചുറ്റിയുള്ള വഴികളാണ് കണ്ടോ. അങ്ങൊരു ഡാം പോലെ കണ്ടോ അങ്ങ്? അതെ, അത് ചെക്ക് ഡാമാ. ആണോ? വെള്ളം കെട്ടി നിർത്തിയേക്കുന്ന. എന്ത് രസമല്ലേ അങ്ങോട്ട് കാണാനായിട്ട്. തേയില നട്ടേക്കുന്ന കണ്ടോ? ഇതെല്ലാം ഒരേ ഷേപ്പിലല്ലേ നടന്നേ? ഇതിങ്ങനെ കുളം തെടുത്തോണ്ടിരിക്കല്ലേ. അല്ലെങ്കിൽ തേയില മരം പോലെ വളരുന്ന സാധനം അതറിയോ? ആണോ? ആ പിന്നെ കുളന്തെടുത്ത് വെട്ടി വിട്ടില്ലെങ്കിൽ ഇത് മരം പോലെ വളരും. കുറ്റിച്ചെടിയല്ലേ? ഇതൊരു തേയില ഫാക്ടറിയാ. പണി നടന്നുകൊണ്ടിരിക്കുക. നേരത്തെ നല്ല വഴിയായിരുന്നു. റീടയർ ചെയ്യാൻ വേണ്ടി എല്ലാം പൊളിച്ചിട്ടേക്കുക. ഇവിടെ ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എസ്റ്റേറ്റിലെ പണിക്കാരൊക്കെ ആയിട്ട് കുറെ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ താഴെ കാണുന്ന എല്ലാം ലയോ എസ്റ്റേറ്റിലെ. ഇവിടെ നമ്മുടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. എന്നാ ഇങ്ങനെ പാലക്കാരനോ? ഇപ്പൊ ഇവിടെ ഈ വർക്ക് നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഓ അത് ശരി, റോഡ് പണി. തേയില പറിക്കുന്നതാണ് ഈ വണ്ടിക്കാ? അത് ശരി. പറഞ്ഞാൽ ശരി, ഓക്കെ. സത്രമായിട്ടില്ല കേട്ടോ. ഇത് അർണക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഇത് ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. പുറയിൽ ഇവിടെ ഒരു പള്ളിയുണ്ട്. എസ്റ്റേറ്റിലെ വണ്ടിയാണ്. ഗ്യാസൊക്കെ ഉണ്ടല്ലോ. ഗ്യാസ് ഷോർട്ടേജ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഗ്യാസ് വണ്ടികൾ ഷോർട്ടേജൊക്കെ കുറഞ്ഞു വരുന്നു. ഇതെന്താണെന്നറിയാം, ഇവിടെ അയ്യപ്പന്മാർ വരുന്ന സത്രത്തിൽ വന്നിട്ട് ഇവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു പോകുന്നവരുണ്ട് ശബരിമലയ്ക്ക്. നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളല്ലേ. ചെറുപ്പം തൊട്ടേ ഇടുക്കിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടുക്കി ജില്ലയിലേക്ക് എന്നാന്ന് വെച്ചാൽ ഈ തേയിലത്തോട്ടം തണുപ്പും. ഇതെല്ലാം സെമിത്തേരിയാ. ചുടുകാടെന്നും പറയും ഇവിടുത്തെ ഭാഷ. റോഡിന്റെ രണ്ട് സൈഡിലും ആണല്ലോ. ഇത് പള്ളിയിലെ സെമിത്തേരിയാന്ന് തോന്നുന്നു കേട്ടോ. പള്ളിയുടെ മുത്തോ ടീ സ്റ്റാൾ. മുത്തല്ല, മുത്തുവാ. അത് ശരിയാണല്ലോ. അല്ല, മുത്തൂന്ന് തന്നെയാ. ആ മുത്തെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. മുത്തൂന്ന പുള്ളിയുടെ പേര്. മുത്തൂന്ന തമിഴിലുള്ള പേരാ. തേയിലക്കൊക്കെ നമ്മൾ ആസാമിലൊക്കെ ചെല്ലുമ്പോൾ നനയ്ക്കുന്നതാണല്ലേ, വെള്ളം അടിക്കുന്നതാണോ? വേനൽ സമയത്ത് നല്ലപോലെ നനയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇവിടെ മണ്ണകത്ത് വെള്ളം കാണും. അതാ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ബാക്കി ആരും വരുന്നില്ല വെയിൽ കാരണം. ക്യാമറമാന് കുടയൊന്നും ഇല്ല കേട്ടോ. മൊട്ടത്തലയിൽ വെയിൽ കൊള്ളാതെ വേണമെങ്കിൽ ഒരു കുടയും കൂടെ എടുത്തോണ്ട് വരും. അപ്പൊ പിന്നെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇല്ല, ഒരു കൈ കൊണ്ട് പിടിച്ചാൽ തൊപ്പി വെച്ചാൽ മതിയായിരുന്നു. നമുക്ക് ഇവരുടെ ഈ തൊപ്പി ഉണ്ട്, കൂട്ടൊരു തൊപ്പി മേടിക്കുക. അവരുടെ തലയിൽ കുടയുള്ള ചെറിയ കുട്ടിത്തക്കാളി പോലെ ഇരിക്കുന്നു. ഷുഗർ പഴമാണെന്നാ അക്കാ പറഞ്ഞത്. കൊളുന്തിന്റെ ഒരു മണമില്ലേ? ഉള്ളി വെച്ചേക്കുന്ന കൊളുന്തിന് നല്ലൊരു മണം. ഇപ്പൊ പണ്ട് കൈക്ക് ഞുള്ളുമായിരുന്നു. ഇപ്പൊ ഇതുണ്ടോ മെഷീൻ വെച്ചാ കട്ട് ചെയ്യുന്നത്. അക്കാടെ വീട് എവിടാ? കണ്ടോ എന്താ എളുപ്പം? വീട് എവിടെ? ഇവിടെ അടുത്താ? എല്ലാം അടുത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. അതെ, ഇവിടെ കൊളുന്തിൻ്റെ അടുത്ത് തീർന്നു. ഞാൻ അടുത്ത സ്ഥലത്താണ്. അല്ല, വേറെ ഒന്നുമില്ല. ഇപ്പം കണ്ടില്ലേ, അത് വെച്ചിങ്ങനെ പിടിച്ചു വിട്ടാൽ മതി. അത്രേ ഉള്ളൂ. ബാറ്ററി അല്ലേ? കുത്തിയിടുന്നു അല്ലേ? കുത്തിയിടുക. കണ്ടോ, അക്ക പറഞ്ഞ ഇതിന് നല്ല വെയിറ്റ് ആവും. കൈക്കൊക്കെ ഭയങ്കര വേദനയാണ്. അല്ല, നേരത്തെ നമ്മളെ കയ്യിൽ ഞുള്ളുമല്ലായിരുന്നു. കൊള്ളാം. കുറച്ചു നേരം അത് കയ്യിലെടുത്ത് പിടിച്ചോണ്ടിരിക്കുന്നത്. ഇതേല് വെട്ടുവാണല്ലേ ഒത്തിരി പെട്ടെന്ന് വെട്ടിയെടുക്കും. അളവ് കൂടുതൽ 200-300 കിലോ ഒരാൾ വെട്ടുവന്ന്. കയ്യിലെടുത്താൽ എவ்வளவு എടുക്കും ഒരു നാളില്? കയ്യിലെടുത്താൽ 10 കിലോ. അതാണ് വ്യത്യാസം. 27 കിലോ എടുത്തோம்னா எங்களுக்கு 550 രൂപ ശമ്പളം. 27 കിലോ എടുത്താൽ 550 രൂപ. ഏത് ഇതിന്റെ മെഷീനിലെയാ? எல்லாருக்குமே பேர் தானே, கவர்மெண்ட் பை தானே. பாக்கி எடுக்கிறது வந்து நாங்கள் 100 கிலோ எடுத்துருந்தோம். 27 கிலோவுக்கு போக 100 கிலோ எடுத்தோம்னா அதில் 10 கிலோ எடுத்தால் 80 பைசா. 10 கிலோக்கு 80 பைசா வச்சு 10 கிலோவுக்கு 80 பைசா. அதுக்கு மேலே 10-15 கிலோவுக்கு எடுத்தால் 1 ரூபா. அப்படி தான் எங்களுக்கு கணக்கு சம்பளம் குறைவா. ஆனால் கை காசுனா எங்களுக்கு லாபம். எப்படின்னா 1 கிலோவுக்கு 5 ரூபா. 5 ரூபா கிலோவுக்கு. இப்போ நாங்கள் கை காசு, இப்போ நீ போகிறது கை காசுக்கு தான் வெட்ட போகிறோம். போனோம்னா 300 ரூபாய்க்கு வேலை செஞ்சுப்போம். കൈക്ക് വെട്ടുന്ന ഇവർക്ക് ലാഭം. കൈക്ക് നല്ല കൈയുടെ നഖമെല്ലാം എപ്പോഴും ഞുള്ളി കറയായിരിക്കും കയ്യിലെല്ലാം. ஆனால் அதுனா நமக்கு கஷ்டம் இல்லைல்ல. ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് செமந்து
கை தலையெல்லாம் கழுத்தெல்லாம் எனக்கு வேதனை அங்கே வரும். നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ്. അതെ, ജോലി ചെയ്യുന്നവർക്കല്ലേ അറിയത്തുള്ളൂ അതിന്റെ കഷ്ടപ്പാട്. അപ്പൊ അതേ കൊളുന്ത് ചുമന്നോണ്ട് വരുന്നുണ്ട് ഒരാൾക്ക്. ഒരക്കായും കൂടെ വരുന്നുണ്ട്. നമുക്ക് നിന്നോ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തേക്കാം. அவங்க கூட இந்த பஸ் ഒതുങ്ങിയില്ലേ? ஏசியில் ഒരു മിനിറ്റ് ഒന്ന് നിന്നോ അക്ക, ഫോട്ടോ എടുക്കാം നമുക്ക്. ആ ഓക്കെ ഓക്കെ. കൊളുന്ത് വെച്ചൊരക്കായും കൊളുന്തില്ലാത്തൊരക്കായും. അതെ, കൊളുന്തില്ലാതൊരൊക്കെ കൊളുന്തൊക്കെ. ആ ചുമന്നോണ്ട് വന്ന 10 കിലോയേ ഉള്ളൂ. അത്രേ ഉള്ളല്ലേ? ഞാൻ അതിൽ കൂടുതൽ കാണുമെന്ന്. ഇലയല്ലേ? ആ ഇത് ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. അതേ പോകുന്നു രണ്ടുപേര്. ഈ സിപ്പ് ലൈനൊക്കെ ഇപ്പോഴെങ്ങാണ്ട് വന്ന കേട്ടോ. ഇന്നാളെ ഞങ്ങൾ വരുമ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്നാണ് സിപ്പ് ലൈൻ. ഇവിടെ അതിൻ്റെ ഓഫീസ്. ഇവിടുന്ന് അങ്ങോട്ടാണ് തോന്നുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ? അങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാം. ഇതല്ലേ സത്രത്തിലേക്ക് കുമളിയിൽ നിന്ന് KSRTC ഉണ്ട്, പെരിയാർ മൗണ്ട് സത്രം. മുമ്പ് ഇവിടുന്ന് വന്നേച്ച് പോയൊരു വണ്ടി നമ്മൾ കണ്ടേ, അടുത്ത വണ്ടി. അതെ അതെ. അപ്പോൾ പിള്ളേർ 4 പേരും കൂടെ സിപ്പ് ലൈനിൽ പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിള്ളേരെ കൊണ്ടുപോകാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അങ്ങനെ ഇല്ല, നമുക്കിപ്പം വെയിറ്റ് അനുസരിച്ചാണ്. നമുക്കിപ്പം മാക്സിമം മിനിമം ആയിട്ട് ഒരു 15 കിലോ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഏജ് അങ്ങനെ പ്രശ്നമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മിനിമം ഒരു 15 കിലോ വെയിറ്റ് വേണം. സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇടുക. അപ്പോൾ അതെ, എല്ലാവരെയും ഹെൽമെറ്റൊക്കെ വെച്ച് ബെൽറ്റൊക്കെ അടിച്ച് റെഡിയായി നിൽക്കുന്നു. അവരവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. കുഞ്ഞിക്കിളയും കുഞ്ഞിക്കണ്ണാണല്ലോ ആദ്യം പോകുന്നത്. അതെ അതെ. കുഞ്ഞിക്കിളയ്ക്കൊക്കെ പേരൊക്കെ അല്ല പേരിയൊക്കെ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ശരിക്കും നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു സിപ്പ് ലൈൻ ഉണ്ടെന്ന് അറിയുന്നത്. 2 വർഷമായെന്നാ പറഞ്ഞത്. ആ, നിങ്ങൾ ഇന്നാൾ പക്ഷെ കണ്ടില്ലല്ലേ, ശ്രദ്ധിച്ചില്ല. 24 ഫെബ്രുവരിയിലാണ് ഇവിടെ. ഞങ്ങൾ 2024 ജനുവരിയിലാണ് വന്നത്. ആണോ? ആ, അതിന് ശേഷമല്ലേ. അത് കഴിഞ്ഞ് പിന്നെ വന്നില്ല. അപ്പൊ ശരിയാ ചേച്ചി, ഞങ്ങൾ ഈ ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരാണ്. തേക്കടിയിൽ ടൂറിസം കൊണ്ടുവരുന്നവരെ അവിടുന്ന് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അനുഭവപ്പെടണമെങ്കിൽ ഞങ്ങൾ ജീപ്പ് കയറ്റി പിന്നെ ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട്. അങ്ങനെ എല്ലാം കറങ്ങി ഞങ്ങൾ വണ്ടിപ്പെരിയാർ, വള്ളക്കടവ് ഓഫ് റോഡ് കയറി, സത്രം എന്നുള്ള ഓഫ് റോഡ് കയറി മൗണ്ട് വഴി ഇറങ്ങി വീണ്ടും കുമളിയിൽ കൊണ്ടെത്തിക്കും. മൃഗങ്ങളെ കാണാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. വൈകുന്നേരങ്ങൾ കുറച്ചും കൂടെ നല്ലതാണ്. കൂടുതൽ അനിമൽ സൈറ്റിംഗ് ആണ്. പ്രത്യേകതയുണ്ട്, ശബരിമല പുല്ലുമേടാണ് ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ ആന, കാട്ടുപോത്ത്, മാന അങ്ങനെയുള്ള ഈസിയായിട്ട് കാണാൻ പറ്റും. ചെറിയ പൈസയാണ്, കുറെ നേരം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാം. കുറെ സാധനങ്ങളൊക്കെ മഴക്കാലത്താണ് ഒന്നുകൂടെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ നല്ല സീനറികൾ, വാട്ടർഫാൾസ് എവിടെ കണ്ടാലും വെള്ളച്ചാട്ടം, മനോഹരമായിട്ടുള്ള ഗ്രീനറി, പല പല ഗ്രീനറികൾ കാണാം. വൈൽഡ് ലൈഫ് ആസ്വദിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും. അത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക, ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. സത്രം ഇങ്ങനെ ഒന്ന് കറങ്ങിപ്പോകാൻ നല്ലതാ. അതെ, ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ നമ്മുടെ അവിടെ നിന്ന് വരാൻ നല്ല സ്ഥലമാണ്. വേറെ ഒന്നുമില്ല, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം. കണ്ടോ, ഒത്തിരി പഴക്കമുള്ള ഒരു പള്ളിയാ, പണ്ടത്തെ പള്ളിയാ, കല്ല് കെട്ടിയേക്കുന്ന പള്ളി. ഇവിടെ ഈ സത്രം വരെ ബസ്സുള്ളോ? സത്രം വരെ റോഡുള്ളൂ. റോഡുള്ള വരെയല്ലേ ബസ്സുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വനമാ. പിന്നെ ശബരിമല സീസണില് അയ്യപ്പന്മാര് നടന്നു പോകുന്നുണ്ട് അതില്. അതും പകല് മാത്രമേ വിടുകയുള്ളൂ. ഇത് തേയില എസ്റ്റേറ്റിന്റെ ബിൽഡിംഗ് ആണോ? എത്ര പഴയ ബിൽഡിംഗ് ആണ്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ആ കാണുന്നതെല്ലാം. ഇതെല്ലാം കാപ്പിത്തോട്ടോ. തേയിലയല്ലേ ഇത്ര നേരം കണ്ടേ? ഇവിടെ മൊത്തം കാപ്പി. സൂര്യ കാപ്പിപ്പൂ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഈയിടെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞപ്പോഴാ മനസ്സിലായത് കാപ്പിപ്പൂ. കൊള്ളാലോ. അവിടെ എവിടെയാ കാപ്പിയുള്ളേ? അവിടെയൊക്കെ ഉണ്ട്, കാണും. പക്ഷെ വീട്ടിലില്ലേ? അവിടെ ചക്കമരം മാങ്ങാമരം ഒക്കെ അല്ലേ ഉള്ളൂ, തേങ്ങാമരം. ഇവിടെയൊക്കെ നേരത്തെ ഇപ്പൊ കാപ്പി പുതിയതായിട്ട് വെച്ചാന്ന് തോന്നുന്നു. നേരത്തെ തേയിലയായിരുന്നായിരിക്കും. കാപ്പിത്തോട്ടം കാണുമെങ്കിൽ നമ്മള് കൊടകിന് പോകണം. കൊടകും വയനാടൊക്കെ ഇഷ്ടം പോലെ. കാപ്പിയൊക്കെ നമ്മളവിടെ ഇഷ്ടം പോലെ എല്ലായിടത്തും നിൽപ്പുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ.
അല്ല വലിയ എസ്റ്റേറ്റുകളെ. ആ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി പേരെ കണ്ടു. ജീപ്പുകാർ ഒരുപാട് പേരുണ്ട്. സത്രം വരെ ബസ്സുകളെല്ലാം വരുന്ന വഴിയാണ്. പിന്നെ വഴി ഇച്ചിരി ചെറിയ വഴിയാണ്, എന്നാലും വലിയ വണ്ടിയെല്ലാം വരും, ബസ് വരുന്നില്ല. ഇതെല്ലാം ഓഫ് റോഡ് പോകുന്ന ജീപ്പുകളായി വരുന്നത്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. നോക്കി എത്ര വണ്ടിയാണ് വരുന്നത് നോക്കി. ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. വണ്ടി കയറിപ്പോയിട്ട് നമുക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിർത്തിയേക്കുക. ഇവിടെ പശുവിനെ ഒന്നും കെട്ടിയിടുന്നില്ലെന്ന് തോന്നുന്നു. കഴുതലൊന്നും ഒരു പശുവിനും കയറില്ല. ആ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ പശുക്കൾ നടപ്പുണ്ട്. അത് ഓരോരുത്തർ വളർത്തുന്ന. പക്ഷെ അത് തന്നെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെല്ലും. ഇതുങ്ങളെന്തേരം തേയില തിന്നിയല്ലേ? പശു ചായ കുടിക്കുകയല്ല, അതറിയത്തില്ലേ? ചായ കുടിക്കുകയല്ലെന്നല്ല, തേയില തിന്നിയ. ഇത് പുല്ലല്ലേ തേയില പച്ച? അത് ചായയുടെ അല്ലേ, അപ്പൊ അത് കഴിക്കുകയല്ല. ചായ കുടിക്കുകയല്ലാത്തോണ്ട് അത് കഴിക്കുകയല്ല. തേയില കഴിച്ചു കഴിഞ്ഞാലേ പാലിനോരം മിക്സ് ചെയ്ത് ചായ ആയിട്ട് വരും. ചായയായിട്ട് കിട്ടിയാലേ അത് നല്ല ഐഡിയ. പഞ്ചസാര മാത്രം ഇട്ടാ മതി. മധുരം മാത്രം ഇട്ടാൽ മതി അല്ലേ? നൈച്ചൊരു കരിമ്പൂടെ കൊടുത്താൽ മതിയല്ലോ. അതെ. അപ്പൊ പഞ്ചസാര കൊടുക്കണ്ടേ, എളുപ്പമുണ്ട്. അപ്പോഴേ ഇതാ മുമ്പേ അവർ പറഞ്ഞ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോന്നാണ് ഗവി. ഇവരല്ലേ ഈ സത്രം. ആ സത്രം. ഓ, ഗവിന്ന് എപ്പോഴും എൻ്റെ വായു വരുന്നത്. വള്ളക്കടവിൽ നിന്ന് ഈ ജീപ്പുകളെല്ലാം ഇറങ്ങി വരുന്ന വഴി ഇതാ. ഈ വഴിക്കാണ് ഇറങ്ങി വരുന്നവർ. സത്രം ടൂറിസം അമ്യൂണിറ്റി സെന്റർ. അപ്പം സത്രം എന്ന് പറയുന്നത് ഇച്ചിരി താഴേക്ക് ഇറങ്ങി ചെല്ലണം. ആ കാണുന്ന മലനിരകളെല്ലാം വനമാണ്. ശബരിമല വനത്തിന്റെ ഭാഗമായിട്ട് വരും. വെസ്റ്റേൺ ഗാർഡ്സ്. അതെ. സത്രത്തിൽ എന്തായാലും തണുപ്പൊന്നും കാണാനല്ലേ? ഇത് ഇറങ്ങി ചെല്ലുമല്ലേ? തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ തണുപ്പൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഇവിടെ വെയിലിന് നല്ല ചൂടല്ലേ. ഇതിപ്പോ പെരുവന്താനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന എല്ലാ സ്ഥലവും തണുപ്പുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ പിന്നെ വേനലല്ലേ, അതുകൊണ്ട് ചൂടുണ്ട്. എന്നാലും വൈകുന്നേരം തണുപ്പാ. പിന്നെ നമ്മുടെ നാട്ടിലെ ചൂട് വെച്ചിട്ട് ഈ ചൂടൊരു ചൂടല്ലത്. സോറി, അതുകൊണ്ട് ആ തേയിലക്കകത്തോടെ ഒരു വര ഇട്ടേക്കുന്നുണ്ട്. ആൾക്കാർ നടന്നു വന്നല്ലേ പണിക്കാര്. അതിന് തിരിച്ചേക്കുന്നതാ, നടപ്പ് വഴിയാ അത്. വള്ളക്കടവിൽ നിന്ന് ഓഫ് റോഡ് വരുന്ന വഴിയാണിത്. കണ്ടോ, ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. തേക്കടിയിൽ വന്നിട്ട് അവിടുന്ന് വരുന്ന ആൾക്കാരത്. വള്ളക്കടവ് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഇനിയും പെരിയാറിലിറങ്ങി നേരെ കുമ്പളിക്കാൻ പോകും. ഇപ്പോൾ അത് 2 പേര് അവിടെ ഒരു പേര നിൽക്കുന്ന കണ്ടുകൊണ്ട് ഇറങ്ങി പേരയ്ക്ക പറിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ അവനെ പേരെന്ന് ഇറക്കണേ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ? മിക്കവാറും. നല്ല പഴുത്ത മാങ്ങ. പഴുത്ത മാങ്ങയും പറിച്ചോണ്ട് ഒരു പേരുടെ മോള് വരെ കയറിയിട്ട് ഇത്ര കിട്ടിയുള്ളോ? ഇത്രയല്ല. എങ്ങനെയുണ്ട് പേരയ്ക്ക? നല്ല, എല്ലാം ഒന്നും പഴുത്തല്ല. കാട്ടുപേര. ഇനി കാട്ടുപേര കണ്ടില്ലെന്ന് പറയല്ലേ, പേരയ്ക്ക കഴിക്കുകയും ചെയ്തു. ആ വലിയ പേരയല്ലേ, മരം പോലെ, നല്ല വലിയ മരം. നല്ല ചുവന്ന പേരയ്ക്കയാ പഴുത്ത്. നമുക്ക് സത്രം വരെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് കയറി വരാം. എന്നിട്ട് ഈ വഴിക്ക് നമുക്ക് ശകലം ഓഫ് റോഡ് ഒന്ന് പോയി നോക്കാം സ്കോർപ്പിയോയും കൊണ്ട്. വെയിലറിയിട്ട് പോയാൽ മതി. ഇതെല്ലാം സത്രത്തിലെ വീടുകളാണ്. ഇത് നല്ലൊരു വളവാണ്. ഒറ്റ ഒടിക്ക് ഒടിഞ്ഞു പോകാൻ ഇച്ചിരി പാടാ. അപ്പോൾ നമ്മൾ സത്രത്തിലെത്തി. പക്ഷേ ഇവിടെ നിന്ന് ഇച്ചിരി കുറച്ചുകൂടെ മുന്നോട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് സത്രം കാണേണ്ട ആൾക്കാരൊക്കെ ഇറങ്ങി പോവാം. അപ്പുറം വരെ പോകണ്ടേ? നിങ്ങൾ ചിലപ്പോൾ 100 മീറ്റർ കടന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1/2 കിലോമീറ്റർ കണ്ടെങ്കിലും, അതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ എടുത്തു. കുട എടുത്തോ, വെയിൽ കൊള്ളാതെ പോവാം. ഈ കുടക്കുഴിയിലോട്ട് കയറിക്കോ. വെള്ളത്തിൽ കണ്ടോ എന്ത് വാലുമാക്രി എന്നുണ്ടോ? വാലുമാക്രി കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ ഇത് നേരെ പോകുന്ന സത്രത്തിലേക്ക് ഇതുണ്ടോ, ഇതിലേ ഇങ്ങനെ പോയാൽ നമുക്ക് വള്ളക്കടവ് ചെല്ലും. ഇത് ജീപ്പൊക്കെ മാത്രമേ പോകുള്ളൂ തോന്നി, റൂട്ട് പോയിട്ടില്ല. നമ്മുടെ ഫാമിലി മെമ്പർ ഒരാൾ ഇവിടെ വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ഓഫ് റോഡ് ഓടുന്നാന്ന് തോന്നില്ല, വണ്ടി കിട്ടിട്ടുണ്ട്. മൊത്തം പൊടിയാ. പൊടിയാ മൊത്തം അല്ലേ? ഈ വഴി ചെറിയ വഴിയാണോ? വള്ളക്കടവിന് പോകുന്ന വഴി. എന്തോരം ദൂരമുണ്ട്? വള്ളക്കടവിനോ? അല്ല, വള്ളക്കടവിന് ഇവിടുന്ന് ഏതാണ്ട് 6 1 കിലോമീറ്റർ മോശമാ.
എൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് ശരത്. ഇവിടെയാണോ ഇവിടുന്ന്? ഇവിടെ തന്നെ. ശരി. സത്രം തന്നെയാണ്. സത്രം തന്നെ. അല്ല, എൻ്റെ വീട് കറക്റ്റ് കൊല്ലത്താ. ഞാൻ ഇവിടെ ജോലിക്ക് വേണ്ടി വന്നു. ഈ റിസോർട്ടിൽ നിൽക്കുകയാണ്. അത് ശരി. അപ്പോൾ ഇതാണ് സത്രം. ഇവിടെ വരേ ഉള്ളൂ, വണ്ടി വരുന്ന വഴി ഇവിടെ വരേ ഉള്ളൂ. സൂര്യ ഇതുണ്ടോ, കപ്പമരം നിൽക്കുന്നുണ്ടോ? ഇത് എത്രയാണോ നോക്കി. കപ്പ കണ്ടുവച്ച് വേലി കെട്ടിയതാ പണ്ട്. പിന്നെ കാണാല്ലേ? ഇതെല്ലാം അയ്യപ്പന്മാർക്ക് വെക്കാനുള്ള വിരിപ്പന്തല ഇതെല്ലാം. അതെല്ലാം വീട്ടുകാരെല്ലാം ഓരോ വീട്ടുകാരങ്ങനെ ചെയ്യുന്നുണ്ട്, ഹോട്ടലും ഒക്കെ. അതെ, ഇത് അയ്യപ്പന്മാരുടെ ഒരു ഇടത്താവളമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് സത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ട്. കേരള വനം വന്യജീവി വകുപ്പ് കമ്മ്യൂണിറ്റി ഹാൾ, സത്രം EDC. ഞങ്ങളന്ന് കാരവനം കൊണ്ട് വന്നിട്ട് ആ ഹോട്ടൽ ബൂത്തിൻ്റെ അപ്പുറയാണ് വണ്ടി ഇട്ടത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കണ്ടോ. ഇവിടുന്ന് ആ കാണുന്ന വഴിയിൽ കൂടെയാണ് അയ്യപ്പന്മാർ നടന്ന് ശബരിമലയ്ക്ക് പോകുന്നത്. പമ്പ ചെല്ലാതെ മോളിൽ ചെല്ലും, പമ്പയുടെ മുകളിൽ ശബരിമല ചെല്ലും, ഈ വഴി നടന്നു ചെല്ലും. ഇതിലെയാണ് ഞങ്ങളന്ന് മകരവിളക്ക് കാണാൻ വേണ്ടി പോയിട്ട്, ഞാൻ പറഞ്ഞില്ല 18 കിലോമീറ്റർ വനത്തിൽ കൂടെ നടത്തുന്നത്. അന്ന് വണ്ടി വിട്ടിട്ട് ഇതിലെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് കറങ്ങി വള്ളക്കടവ് വഴി KSRTC കയറി പെരിയാറ്റി വന്നിറങ്ങുകയാണ് ചെയ്തത്. 18 കിലോമീറ്റർ നടന്നു മൊത്തം. ആ കാണുന്നതെല്ലാം പെരിയാർ ടൈഗർ റിസർവാണ്, ശബരിമല വനത്തിൻ്റെ ഭാഗങ്ങളാണ് അതെല്ലാം. 18 മലകൾക്ക് നടുവിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് നടന്നേക്കാം. ശബരിമല സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിറച്ചോ അയ്യപ്പന്മാരും വണ്ടികളുമായിരിക്കും. അല്ലാതെ ആ സീസൺ ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാ മാസവും നട തുറക്കില്ല. ആ സമയത്തൊന്നും ഇതിലെ ആൾക്കാർ പോകുന്നില്ല, ഫോറസ്റ്റുകാർ ഇതിലെ വിടത്തുമില്ല. ആ സമയത്താണേലും രാവിലെ എനിക്ക് വന്ന് 7 മണി 8 മണിയോ അങ്ങനെ ഒരു സമയമുണ്ട്. ആ സമയം തൊട്ട് പിന്നെ വൈകുന്നേരം ഒരു സമയമുണ്ട്. കാരണം ഉച്ച വരെ എങ്ങാണ്ടേ കടത്തി വിടുള്ളൂ. ആ ഒരു സമയത്ത്, ആ സമയത്തല്ലേ ഈ കടകളൊക്കെ തുറക്കത്തുള്ളൂ. ആ സമയത്തല്ല ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഹോട്ടൽ, കഞ്ഞി, കപ്പ അതുപോലെ എല്ലാം ഉണ്ട്, എല്ലാ കടകളും ഉണ്ട്. അവിടെ തെലുങ്കും കന്നഡയൊക്കെ അപ്പുറം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി. പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് അതേ ബ്രെഡും ചിക്കൻ കറിയും. ഇനി ചോറ് വേണ്ടവർക്ക് ലേശം ചോറും തരാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച മീൻകറി ഇരിപ്പുണ്ട്. ഇപ്പം ആണെങ്കിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചാണ് നല്ലപോലെ. സുരേഷ് അച്ചാർ കൊടുത്തേ. അവിടെ ഇരിക്കുകയാണെങ്കിലേ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കഴിക്കാം. അല്ലേ അച്ഛമ്മ അവിടെ വന്നിരുന്നതോ? അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് ചെറിയ നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമുക്കൊരു ഓഫ് റോഡിങ്ങിന് പോവാം. ഇത് വള്ളക്കടവിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. ഇങ്ങോട്ട് ഓഫ് റോഡിന് തേക്കടിയിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം ഈ വഴിക്കാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് മൺറോഡാണ് മൊത്തം. ഇപ്പം നമ്മൾ AC ഉള്ള വണ്ടി ആയതുകൊണ്ട് അധികം പൊടിയടിക്കണ്ട. ഇത് കമാൻഡറൊക്കെ വന്ന് പോകുന്നത് കണ്ടായിരുന്നോ? പിന്നെ എല്ലാവരും പൊടിക്കകത്ത് കുളിച്ചാണ് വരുന്നത്. ഇവിടുന്ന് കോൺക്രീറ്റ് ആണല്ലോ റോഡ്. കുറച്ച് ദൂരം മോശമുള്ളത്. ഇനി അങ്ങോട്ടും കാണും കേട്ടോ മോശം വഴി. ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇഷ്ടംപോലെ. ഒരു വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ വഴിക്ക്. ഓട്ടോ വന്നിട്ട് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. അവിടെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. കോൺക്രീറ്റ് അവിടെ കുറച്ച് ആ വീടുള്ള സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്നുണ്ട്. അങ്ങോട്ട് വഴി മോശം. വേറൊരു വണ്ടി അവിടെ നിന്ന് കയറി വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറി ചെന്നാൽ സൈഡ് കൊടുക്കാൻ ഇച്ചിരി പാടാണ്. അവിടെ നിന്ന് ഇഷ്ടം പോലെ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. അവിടുന്ന് ഇഷ്ടം പോലെ വണ്ടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയാൽ വലിയ പാടാ. ചേട്ടാ നേരത്തെ വന്നാൽ മതിയായിരുന്നു. ചിലപ്പോൾ അടി തട്ടൂടെ. പോട്ടെ പോട്ടെ പോട്ടെ. വട്ടെ. മഴക്കാലത്ത് ഇവിടെ നല്ല ചെളിയായിരിക്കും ഈ വഴിക്ക്.
വരട്ടെ ഇങ്ങോട്ട് പിടി റൈറ്റ്. സൈഡ് വളരെ കുറവാണ്. ശരിക്കും ഇതിലേ അല്ല നമ്മൾ വരണ്ടേ, വള്ളക്കടവിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാണ് വരണ്ടേ. ഇതിലേ കയറി പോയി കഴിഞ്ഞാൽ ഈ വണ്ടിയെല്ലാം വരുന്നതുകൊണ്ട് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. നമുക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതിലേ കയറി വന്നത്. വള്ളക്കടവിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ കറക്റ്റാണ്. ഓർമ്മയില്ലാത്ത വണ്ടികളെല്ലാം ഇതിലേ വരുന്നുണ്ട്. കമാൻഡറൊക്കെ മോശം വഴിയൊക്കെ കഴിഞ്ഞു. അവിടെ നോക്കിയേ, കുറേ മൊട്ടക്കുന്നുകൾ. ആ വരുന്ന വള്ളക്കടവിൽ നിന്ന് വരുന്ന വഴിയാണ് അത്. അപ്പം നമുക്ക് ഇതിലേ മുകളിലേക്ക് കയറിപ്പോവാം. ഇതൊന്നും ഒരു ഓഫ് റോഡെന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ. ഇത് ഇവിടുത്തെ സൺസെറ്റ് പോയിന്റാ. സൂര്യനൊക്കെ ഇത് അസ്തമിക്കാറായി. സൂര്യൻ ആ കാർമേഘത്തിനകത്ത് മറന്നു. അതെ, ഓരോ മൊട്ടക്കൊന്നും ഓരോ സൺസെറ്റ് പോയിന്റാണ്. ഞാൻ അപ്പുറത്തും ഉണ്ട്. നല്ല രസമല്ലേ? ആ, ചെറിയ കാറ്റും ചെറിയ തണുപ്പും ഉണ്ട് ഇപ്പോൾ. അങ്ങോട്ടൊക്കെ നോക്കിയാൽ വല്ല കാട്ടുപോത്തോ ആനയൊക്കെ കാണും. ഇതേ ഇവിടെ വെളിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കുണ്ടല്ലോ ഈ ഓഫ് റോഡിങ് ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും. അതെ, ഇവിടെ കിടന്ന വണ്ടിയെല്ലാം പോയി. അപ്പം ഇന്നേ നമ്മൾ വന്നുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റിയല്ലോ. മഴക്കാറാണ്. കുഞ്ഞിക്കണ്ണോട് ഞാൻ പറഞ്ഞു, ഇത് പൊട്ടിച്ചില്ലെങ്കിൽ 10 100 രൂപ, പൊട്ടിച്ചില്ലെങ്കിൽ തിരിച്ച് വിടത്തില്ല, ഇവിടെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്നേരം തന്നെ ഒരെണ്ണം പൊട്ടിച്ചു. പക്ഷെ അവൻ ഉന്നം പിടിച്ചതല്ല പൊട്ടിയത്, വേറെയാ പൊട്ടിയത്. 3 അതെ, അങ്ങ് മോളിൽ കാണുന്നതാണ് സത്രം എയർ സ്ട്രിപ്പ്. അവിടെ പോകണം, അങ്ങോട്ട് പോയേക്കാന്നാ. അപ്പം നേരെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഭയങ്കര പൊടിയാണ് ഇവിടെ. വൈകുന്നേരം ഉണ്ടല്ലോ ഈ കാറ്റുമൊക്കെ ആയിട്ട് നല്ല തണുപ്പായിരിക്കും. നമുക്കേ ഇതിലെ നല്ല വഴിയുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലേ അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഇരുട്ടിപ്പോകും. അപ്പോൾ അതെ, ആ വഴിക്ക് നമ്മൾ വന്നിതേ എവിടെ എത്തി? സത്രത്തിലെത്തി. ഇതിലേ മുമ്പേ നമ്മൾ നടന്നു വന്നായി. നമ്മളെ കാരവണ്ടി കിടക്കുന്നു, നമുക്ക് തിരിച്ചു വന്നെടുക്കാം. നമുക്ക് ആദ്യം എയർ സ്ട്രിപ്പ് കണ്ടിട്ട് വരാം. നമ്മളിതിലേ അങ്ങോട്ട് പോയത്. ഇപ്പോൾ തിരിച്ച് നമ്മൾ ഈ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ നിന്ന് ആ വഴിക്കാണ് കയറി പോകണ്ടേ. ഇങ്ങോട്ട് നല്ല അടിപൊളി ടാറിങ്ങാണല്ലോ. ചെറിയ വഴിയാണെങ്കിലും നല്ല ടാറിങ്. അതേ അപ്പുറത്തെ മലയൊക്കെ കോട ഇറങ്ങി. അവിടുന്ന് നല്ല വഴിയൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് വന്നപ്പോഴത്തേനും വഴി തീർന്നു, ടാറിങ് തീർന്നു. കുറച്ച് ഓഫ് റോഡ് വേണ്ടേ? ചിലപ്പം അടി തട്ടാൻ സാധ്യതയുണ്ട്. നല്ല കുഴിയാണ് അവിടെ. ഓ, തട്ടിയില്ല കേട്ടോ, തട്ടാ കയറി പോന്നു. അടിപൊളി. ഇതെല്ലാം കാണാമായിരുന്നോ? അങ്ങനെ ഓഫ് റോഡിൽ ഓടിക്കുമ്പോൾ അങ്ങനെ നമ്മളൊരു ഉദ്ദേശം വെച്ചാ കയറി പോകുന്നത്. ആകെ എനിക്ക് കാണാൻ പറ്റുന്ന ആകാശം മാത്രമേ കാണത്തുള്ളായിരുന്നു. അതങ്ങനാ. അപ്പം നേരെ ഇങ്ങനെ മുകളിലോട്ട് ഒരു ഉദ്ദേശം വെച്ച് ഇങ്ങനെ വരുമല്ലേ. നല്ല ഇതുണ്ട് കേട്ടോ, നല്ല തൂക്കാ അത്. സൂപ്പറായിരുന്നു. അതെ, ഞാനോർത്ത് അടി തട്ടുമെന്ന് ഞാൻ ഓർത്തത്, പക്ഷെ അടി തട്ടിയില്ല. എന്നോട് താഴെ അച്ഛൻ കയറി പോന്നപ്പോഴുള്ള ജീപ്പുകാരനെ പറഞ്ഞു നോക്കി പോണെന്ന് പറഞ്ഞു. അല്ല, അത് ആ താര അല്ലാതെ ഇപ്പുറത്തൂടെ വേണമെങ്കിലും കയറി പോരാ. അന്നേരം അത്രയും കൂടെ കുഴപ്പമില്ല. പക്ഷെ സ്ലിപ്പായാൽ താരയിലേക്ക് വീഴും പൊത്തോന്ന്. നമ്മൾ മുമ്പേ പോയി നിന്ന മുട്ടക്കുന്ന് അതേ അങ്ങ് അകലെ കാണുന്നത് ആ ട്രാവലർ കിടക്കുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ എയർ സ്ട്രിപ്പ്. ഈ എയർ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഇതിപ്പോൾ പകുതി പണിതിട്ടുള്ളൂ. ഇത് മറ്റേ NCC ട്രെയിനിങ്ങിനൊക്കെ ആയിട്ടും പിന്നെ ചെറിയ ഫ്ലൈറ്റ് ഓപ്പറേഷനൊക്കെ ആയിട്ട് വേണ്ടി പണിതാ. ഇപ്പോൾ പക്ഷെ അത് വർക്കിംഗ് ഒന്നും അല്ല. പക്ഷെ ഇവിടെ ഒരെണ്ണം നല്ലതായിരുന്നല്ലേ. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വേറെ ഇവിടെ പുല്ലുമേട് ദുരന്തം ഉണ്ടായി, ബോട്ട് ദുരന്തം ഉണ്ടായി തേക്കടിയില്. നേരെ ഒന്നും അതിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. നമ്മുടെ മലനിരകളെല്ലാം അതേ കോടമഞ്ഞിൽ മുങ്ങി. നമുക്കിങ്ങനെ പതുക്കെ തിരിച്ചിറങ്ങിയേക്കാം. അപ്പോൾ കയറി വന്ന വഴി തന്നെ ഇറങ്ങിപ്പോകാൻ നമുക്ക് പറയുന്നത്. ഇതിലെ സൈഡിൽ കൂടെ സ്ലോപ്പായിട്ടുള്ള വഴിയുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് 4 വീലർ എടുത്ത് ഫസ്റ്റ് കൂടെ കൊടുത്തോ. കുഞ്ഞിക്കിളി വണ്ടി ആയിരിക്കാൻ പേടിയായിട്ട് കുഞ്ഞിക്കിളി ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പം ഇനി നേരെ നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോവാം. പൊടിയുണ്ടോ? എന്നാ പൊടിയാന്ന്. സത്രത്തിലേക്കുള്ള ലാസ്റ്റ് വണ്ടിയാന്ന് തോന്നുന്നത് KSRTC. കണ്ടോ, എല്ലാവരും വൈകുന്നേരം ആയപ്പോഴത്തേനും പുല്ലൊക്കെ മേഞ്ഞ് കഴിച്ചിട്ട് ദേ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്കല്ല, ഇപ്പം വീട്ടിലേക്ക് പോവാ. എനിക്ക് വന്ന് ഇവിടെ നിന്ന് ഓരോരുത്തർ അവരവരുടെ പശുവിനെ പിടിച്ചോണ്ട് പോകുന്നു തോന്നുന്നു. അതായത് 2 പേര് കൂട്ടിക്കൊണ്ട് വരുന്നു. കണ്ടോ, കാവൽക്കാരനുണ്ട് എൻ്റെ കൂടെ.
വീട്ടിൽ പോകാൻ ആർക്കും മനസ്സില്ല അതാ. എല്ലാവരും അതിലേ നടക്കല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.